ഇപ്പോൾ VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ നമ്മളോടൊപ്പം ചേരുന്നു. ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ശ്രീ അനിൽ വിളയിൽ, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുപ്പമാണ് അന്വേഷിക്കുന്നത്. എങ്ങനെ ഇതൊക്കെ കാണുന്നു? PS പ്രശാന്ത് കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുന്ന കാഴ്ചയല്ലേ? പ്രശാന്ത് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരിലേക്ക് കൂടി വളരെ പെട്ടെന്ന് SIT സംഘത്തിന് എത്താൻ കഴിയും. അത് ഭരണതലത്തിൽ സ്വാധീനമുള്ളവരിലേക്ക് തന്നെയാകും എന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടത്? ശ്രീ പത്മകുമാറിന്റെ കാലം തൊട്ട് നാളിതുവരെ ഇപ്പോൾ ശ്രീ K ജയകുമാർ ഒഴികെയുള്ള എല്ലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാരും ശബരിമല ക്ഷേത്രത്തിനെ കൊള്ളയടിക്കാൻ കൂട്ടുനിന്നവരാണ്. പ്രശാന്തിനോടൊപ്പം ചോദ്യം ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് പ്രശാന്തിനോടൊപ്പം ദേവസ്വം ബോർഡിലെ അംഗമായിരുന്ന അജികുമാറിന്റെ സ്വന്തം സ്ഥലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന് വീടുകൾ വെച്ചു കൊടുക്കുകയും മറ്റും ചെയ്ത ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ ജനം TV-യിൽ ഉൾപ്പെടെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് പത്മകുമാറിന്റെ കാലം തൊട്ടുള്ള എല്ലാ ദേവസ്വം ബോർഡ് മന്ത്രിമാരും ദേവസ്വം ബോർഡ് അംഗങ്ങളും ശബരിമലയെ കൊള്ളയടിച്ച് കോടീശ്വരന്മാരായി മാറിയവരാണ്. ഇതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ശുഭസൂചകമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. കാരണം ഈ കേസിന്റെ തുടക്കം തൊട്ട് തന്നെ പ്രശാന്ത് അയ്യോ ഞാൻ പാവമാണ് എന്ന് കരയുകയായിരുന്നു. എന്റെ കാലത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഇതൊന്നും എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പ്രശാന്തിന്റെയൊക്കെ സാമ്പത്തിക അവസ്ഥയിലുണ്ടായ മാറ്റം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതിനു ശേഷം ഉണ്ടായ മാറ്റം പൊതുസമൂഹം ശ്രദ്ധിച്ച കാര്യമാണ്. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന രീതിയിൽ കിട്ടുന്ന ഓണറേറിയം കൊണ്ടൊന്നുമല്ല ഇവർ ഈ സാമ്പത്തിക സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ സർവ്വ പ്രസിഡന്റുമാരും മെമ്പർമാരും ദേവസ്വം മന്ത്രിമാരും ഒക്കെ തന്നെ ഇതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പ്രവർത്തിച്ചവരാണ്, കോടീശ്വരന്മാരായി മാറിയവരാണ്. അതുകൊണ്ട് ശബരിമല ഭഗവാനെ കൊള്ളയടിച്ച സർവ്വ വ്യക്തികളും ഈ നിയമത്തിന്റെ മുമ്പിൽ പോകണം. അതോടൊപ്പം തന്നെ ഈ അന്വേഷണം AKG സെന്ററിലേക്ക് പോകേണ്ടതുണ്ട്, കോൺഗ്രസിന്റെ ഡൽഹിയിലെ 10 ജന്മത് ഓഫീസിലേക്ക് പോകേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ അത് ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇതിന്റെ അന്വേഷണം പോകണം. എന്നാൽ മാത്രമേ പൂർണ്ണമായും ശാസ്ത്രീയമായ ഒരു അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇതിന് യഥാർത്ഥത്തിൽ ഇപ്പോൾ SIT-യേക്കാൾ കൂടുതൽ ഈ കേസ് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത് അയ്യപ്പ ഭഗവാൻ തന്നെയാണ്. അദ്ദേഹമാണ് SIT-യെ നയിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ അന്വേഷണം മുമ്പോട്ട് പോകുന്നുണ്ട് എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിനുണ്ട്. എങ്കിലും ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ CBI പോലുള്ള ഒരു ഏജൻസികളുടെ കൂടെ ഒരു സഹായം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉറപ്പുവരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ പ്രതികരിച്ചതിന്.